എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാനിങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊന്നിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുന്നില്ല. കൃഷിക്കാര്യങ്ങൾ നോക്കാൻ തറവാട്ടിൽ കാര്യസ്ഥനുണ്ട്. അതിന് താൻ തന്റെ ജീവിതം ബേസ് ചെയ്യണ്ടോ? അച്ഛൻ്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവന ദാനം നൽകിയ പുരാണത്തിലെ ആ പഴയ കഥാപാത്രത്തെ പറ്റി അമ്മ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ നിന്റെ അധിക പ്രസംഗം. എനിക്കും അത് തന്നെ പറയാനുള്ളത്. രണ്ടെണ്ണത്തിന്റെ അധിക പ്രസവം ഇന്നത്തോടെ നിർത്തിക്കോണം. അല്ല, എന്താ ജസ്റ്റിസ് അദ്ദേഹത്തിന്റെയും ഇന്ദുചൂടന്റെയും ഈ പണി സെറ്റില് ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് വൈറലായിട്ട് ഇവിടെ എന്തെങ്കിലും പണി ചെയ്താലേ വയറിലോട്ട് വല്ലതും ചെയ്യൂ. അറിയാമോ, ഞാൻ നിങ്ങളുടെ രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട്, പണി സൈറ്റിൽ വന്ന് റീൽസ് ചെയ്തത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ അത് ചുമ്മാ അത് കാണാ 100 വട്ടം ഒന്നും പറഞ്ഞിട്ടില്ല. കൂടിപ്പോയ 86 വട്ടം. ബാക്കി ഇനിയും 14 വട്ടം കിടപ്പുണ്ട്. അപ്പൊ ഇനി ഞാൻ 14 വട്ടം പറയണം. അതിനും കണക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതെ, ചില്ലറ പുട്ടിയെ കൊണ്ടാടാ. സാധാരണ പുട്ടിയാണോ ഞാൻ തിന്നാറുള്ളത്? അയ്യോ, പുട്ടി തിന്നാരുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇന്നത്തെ പണിക്കുള്ള ടിന്നറും പുട്ടിയൊക്കെ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അയ്യോ എന്റെ പൊന്നെണ്ണ, അതല്ല ഉണ്ട്, പക്ഷെ കരപ്പ ഇല്ലെണ്ണ. ആര് പറഞ്ഞില്ലെന്ന്? കാലോട്ട് നോക്കിയാണ്. അയ്യോ ആ കരപ്പനല്ല. അയ്യോ നമ്മള് ബ്രഷ് ഒക്കെ ഇങ്ങനെ കഴുകി കളയൂലേ ആ കരപ്പ. അയ്യോ അത് ടർപ്പൻ. എന്റെ ദൈവം അതും പോലും അറിഞ്ഞൂടെ? ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് എന്താ പറഞ്ഞു വിട്ടത്? എടാ ബാക്കിൽ പോയി വൈറ്റ് അടിക്കാൻ പറഞ്ഞായിരുന്നാ? ഞാൻ ഇന്നലെ രാവിലെ വന്നോണ്ട് ആദ്യം ചെയ്തത് അതാണ്. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് അതൊന്നും കണ്ടില്ലല്ലോ. ഉള്ള മണം പോലും അടിക്കില്ല, പിന്നെ അല്ലേ കാണാൻ വേണ്ടി. എന്തോന്നിന്? വൈറ്റ് റാമ്പ്. എടാ വൈറ്റ് റാമ്പ് അടിക്കാനല്ല പറഞ്ഞത്, ബാക്കിൽ പോയി വൈറ്റ് വാഷ് അടിക്കാനാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കളർ അടിക്കാനുള്ളതാണ്. കളർ ഞാൻ അടിച്ച് എപ്പം? ഇന്നലെ അടിച്ചല്ല. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എന്റെ തൊട്ട് താഴെ ഒരു ചെറിയ കുപ്പി കിടന്നില്ല, അത് ഞാൻ അടിച്ച കളറിന്റെ കുപ്പി. എന്തൊരു കളറ്? മറ്റേ കട്ടറമ്മേ. ആണ്ട്രാ, ഞാൻ വരാത്തോണ്ട് രണ്ടും കൂടെ ഇവിടെ വെള്ളവടിയായിരുന്നല്ലേ പരിപാടി. കണ്ട്രാക്കെ സാധാരണ കണ്ട്രാക്ക് വരാത്തപ്പോ എപ്പോഴെങ്കിലും ഇവിടെ ഉത്തരവാദിത്തോടെ പണി നടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു പുതുമയുള്ള ചോദ്യം? അത് പറഞ്ഞാൽ അത് ശരിയാണല്ലോ. നീ പോയി കട്ടളപ്പടി. ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്യ്, ആ കസേര പോയി കാലുമേ കാലുട്ടിരി ചെല്ല്. ആ പിന്നെ ഒരു കാര്യം, ദാഹം വരുമ്പോ ജ്യൂസോ നാരങ്ങളോ ചോദിക്കാൻ മറക്കരുത്. 10 വർഷമായിട്ട് അവൻ എന്നോട് പണി ചെയ്യാ. രാവിലെ വന്നിട്ട് ചോദിക്കാ, ഞാൻ വല്ല ചെയ്യാനാ? നീ അവിടെ പേപ്പർ ഇടാ. എന്ത് ചെയ്യുന്നടാ? അണ്ണം പറഞ്ഞ് കട്ടള പിടിച്ചോണ്ടി. ഒരു കാര്യം ചെയ്യും, ആ കട്ടളയെ ഒന്ന് തഴുകി തലോടി ഒരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ആ കട്ടളയെ കൊണ്ട് റോഡിൽ പോയി ഒരു ലോഡ്ജ് എടുത്ത് അവിടെ താമസിക്കും. എടാ കട്ടളയെ പിടിക്കാനല്ല പറഞ്ഞത്, കട്ടളയിൽ പേപ്പർ ഇട്ട് പോളിഷ് ആയി ഒരുത്തം പണിയുന്ന കണ്ടെങ്കിലും. അതൊക്കെ നമുക്കറിയാം. എന്തുവാടാ? പേപ്പർ ഇടാൻ പറഞ്ഞു. അവിടെ വെള്ള പേപ്പറും പേനുണ്ടോ നോക്കി. അവന്റെ കൂടെ ബഹുമാനപ്പെട്ട കണ്ട്രാക്ട് അറിയുന്നതിന് 10 വർഷമായി ഞാൻ കണ്ട്രാക്ടിനോട് പഠിക്ക് നിൽക്കുന്നു. പേപ്പർ ഇടാൻ പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എന്നല്ലാതെ എമരി പേപ്പർ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നാണം കെട്ട് നാരിയായി ഞാൻ പണി കളഞ്ഞിട്ട് പോകുന്നു. നിന്റെ പേപ്പർ പേര് ഒപ്പിട്ടാലേ. അയ്യോ, കഴിഞ്ഞ 2 സൈറ്റിലും നീ എന്നെ തേച്ചിട്ട് പോയി. ഈ സൈറ്റിലും കൂടെ നീ എന്നെ തേക്കല്ലേ അപ്പി? അതല്ല, പുട്ടിയൊക്കെ തേക്കട്ടെ. അയ്യോ, നാട്ടിലുള്ള പെമ്പിള്ളാരെ മൊത്തം തേച്ച് ഇനി അവൻ പട്ടിയെ പൂച്ച കൂടെ തേക്കാൻ പോവാണ്. അതാ ഞാൻ നിന്റെ പറഞ്ഞ ചെവരിൽ പോയി പേപ്പറായി നോക്കിക്കുന്നത്. നീ ഉണ്ണിയുടെ കടയിൽ പോയിട്ട് 5 കിലോ വൈറ്റ് സിമെന്റ് മേടിച്ചോണ്ടോ? ഏത് കളറാണ് വൈറ്റ് സിമെന്റ്? ഏത് കളറെന്ന്? നീല. നീലേ? പച്ച. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. പച്ച തെറി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. എടാ വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ വെള്ള, മനസ്സിലായില്ലേ? ഗൾഫിൽ പോകാൻ നിൽക്കുന്ന നിന്റെ അളിയനാടാ ഭിത്തി? അല്ല, അങ്ങനെ ചോദിച്ചേ. ചാച്ചാ പറയുന്നു. അങ്ങോട്ട് അമർത്തി തേക്കടാ അങ്ങോട്ട്. അല്ല പിന്നെ ഇമ്മാനുവൽ വന്നാണ്. എടാ ഇമ്മാനുവൽ തോമസിനെയൊക്കെ ഞാൻ പള്ളിയുടെ പെയിന്റിങ്ങിന് പറഞ്ഞിട്ടേക്കല്ലേ, അവരെന്തിന് ഇങ്ങോട്ട് വരുന്നത്? അതല്ല അണ്ണൻ പറഞ്ഞില്ലേ രാവിലെ ഇമ്മാനുവൽ ഒരു അടുത്ത് ജനലിന്റെ കമ്പിയിലടിക്കാൻ. അയ്യോ, ഇമ്മാനുവൽ വരുമെന്നല്ല പറഞ്ഞത്, ഇനാമൽ പെയിന്റ് വരും, അതെടുത്ത് ജനലിന്റെ കമ്പിയിൽ അടിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അത് നമ്മള് അങ്ങ് ചെന്ന് വാങ്ങിക്കണോ? വേണ്ട, ഞാൻ പെയിന്റിംഗ് കടയിൽ പൈസ കൊടുത്തിട്ടുണ്ട്. ഇനാമൽ പെയിന്റിംഗ് കടന്ന് പുള്ളി ചാടി 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 നിന്റെ മുമ്പ് വന്നിട്ട് ഞാൻ ഇനാമൽ പെയിന്റ് ആണ്, എന്നെ എടുത്ത് അടിയുന്നു. അയ്യോ കഷ്ടം തന്നെ. ജോലി ഞാൻ സമ്മതിക്കൂല. എന്ത് ഇവൻ പല ടോണിൽ എന്നെ കണ്ട്രാക്കി എന്ന് വിളിക്കുന്നു, എന്നെ തെറി വിളിക്കുന്ന അങ്ങനെയാണ്. അണ്ണാ ഇവൻ സാധാരണ സംശയരോഗിയാണല്ല, എന്തെങ്കിലും കൊനസ്റ്റ് സംശയം ചോദിക്കാനായിരിക്കും. എന്താടാ എനിക്കൊരു സംശയം. 10 വർഷമായി അവനോട് പണിക്ക് വന്നിട്ട് ഇതുവരെ 10,008 സംശയമായി. ചോദ്യം അല്ല, നമ്മളിപ്പോ പണിയണ കെട്ടടേ പണ്ട് രാജാ രവിവർമ്മ എല്ലാം താമസിച്ചിരുന്ന കൊട്ടാരമാണ്. അത് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. നമ്മുടെ തിരുവനന്തപുരത്തുള്ള 80% സർക്കാർ ഓഫീസും രാജാവിന്റെ കാര്യത്തിൽ പണിതതാണ്. അപ്പൊ ചുമ്മാ അല്ല, ഞാൻ ആ ചെവര് തേച്ച് വന്നപ്പോ പണ്ട് രാജാ രവിവർമ്മ വരച്ച ഈ ദർഭമനോണ്ട ചൗന്തലുണ്ടല്ലോ, ആ ചിത്രം തെളിഞ്ഞു വരുന്നു. പറയാൻ പറ്റൂല, പണ്ടത്തെ പെയിന്റിംഗ് ആയിരുന്ന ഭയങ്കര വരപ്പാണ്. ചിലപ്പോ വരച്ചു വെച്ച് കാണും. ശരിയായിരിക്കും, നോക്ക്.
ഇപ്പൊ എത്ര ദിവസമായിട്ട് ഭിത്തി ആ തേക്കുന്നത്? മണ്ണ അന്നോട്ട് അതിന്റെ ബാക്കിൽ തന്നെ 16 ദിവസം കൊണ്ട്. തേച്ച് ഭിത്തിയിൽ ഓട്ട ഇട്ടിട്ട് അപ്പുറത്തെ വീട്ടിലൊരു പെങ്കൊച്ച് പൈപ്പിന്റെ മുട്ടി കാല് കഴുകുന്നു. അത് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടണമല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നല്ല കെട്ടിടത്തിലും പണി കിട്ടൂലല്ലോ. നീ ഒന്ന് എന്നെ കളിയാക്കരുത് കേട്ടാ. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സെക്രട്ടേറിയറ്റ് പെയിന്റ് ചെയ്ത ആരാണ്? രാജ്ഭവൻ പെയിന്റ് ചെയ്ത ആരാണ്? കവിയാർ കൊട്ടാരം പെയിന്റ് ചെയ്ത ആരാണ്? ആരാണെന്ന് പറഞ്ഞാൽ ആ കൺട്രാക്ടറിനോട് നമ്മൾ എന്നേ പെയിന്റിങ്ങിന് പോയത്. കറക്റ്റ് ആയിട്ട് ശമ്പളം കിട്ടിയാണ്. എനിക്ക് ഞാൻ രക്ഷപ്പെട്ടനാ. നീ കൂടുതൽ സംസാരിക്കണ്ട. നീ പോയി 4 ഇഞ്ചിന്റെ ബ്രഷ് എടുത്തോണ്ട് വാ. കണ്ടാക്കെ നമ്മളെ ഈ സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഇല്ലേ, ഇതില് ഏറ്റവും അടിയിൽ ഒരു സാധനം എഴുതിയിരിക്കില്ല ഒരു കാര്യം. അത് നമ്മള് സാധനം വാങ്ങിക്കുന്ന കടയിലെ ഓണറുടെ പേരുമല്ലോ. എന്തോന്ന്? MT പ്രേമ. അയ്യോ, മെറ്റൽ പ്രൈമർ എഴുതിയേക്കുന്നത് MD പ്രേമനെന്ന്. ദൈവമേ, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പഠിക്കില്ലല്ലോ. കഷ്ടത്തിന്റെ കാര്യം എന്തുവാടാ ഇത്? 4 ഇഞ്ചിന്റെ 2 ഇഞ്ചിന്റെ എണ്ണം. എടാ, 4 ഇഞ്ചിന്റെ ബ്രഷ് കൊണ്ട് പെയിന്റ് അടിക്കേണ്ട അടുത്ത് 2 ഇഞ്ചിന്റെ ബ്രഷ് കൊണ്ട് പെയിന്റ് അടിച്ചാ ആരെങ്കിലും വന്ന് ചോദിച്ചാ എന്ത് പറയും? ആരെങ്കിലും വരുമ്പോ ആ ജനലിൽ ഇറങ്ങി പറയൂ, അയ്യോ എന്നെ 4 ഇഞ്ച് കൊണ്ടല്ലേ 2 ഇഞ്ച് കൊണ്ടാണ് അടിക്കാന്ന് പറയോ? അവന്റെ ഒരു കാര്യം. എനിക്ക് വൈകുന്നേരം ഒരു 1000 രൂപ കൂടുതൽ തരണേ. നീ എന്റെ മേടിച്ചത് എന്തിന്? അമ്മയുടെ ഓപ്പറേഷൻ. അപ്പൊ കഴിഞ്ഞ അമ്മ ആശുപത്രി കിടന്ന് പറഞ്ഞു മേടിച്ചത്? നിങ്ങൾ എന്തോ നീ പറഞ്ഞോണ്ട് അന്ന് അമ്മയുടെ സർജറി അല്ലായിരുന്നു. അതാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും. എനിക്ക് ഒരു 1000 രൂപ വേണേ. എന്തിന്? വൈകുന്നേരം വീട്ടിന്റെ വാടക കൊടുക്കാൻ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ. അത് വീടിന്റെ റെന്റ് കൊടുക്കാൻ. അങ്ങനെ കൃത്യമായിട്ട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പേരിക്കും നിങ്ങൾ എന്നെ പറ്റിക്കുന്നെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, 2 പേരൊക്കെ നീ പൈസ ഞാൻ ഓവർ ടൈമിൽ പിടിക്കും. അത് കഴിഞ്ഞ ആഴ്ച പിടിച്ചതാ. അപ്പൊ അത് അധിക സമയം ജോലി ചെയ്തെന്നല്ലേടാ. വിചാരിച്ച് ഞാൻ വെറും മണ്ടനാണ്. കല്ല് വെച്ചാൽ ഉമ്മയല്ലേ ഇങ്ങനോട് ആരും പണിക്ക് വരാത്തത്. ഏതെങ്കിലും വീട്ടിൽ പണി ചെയ്ത് അവിടെ നിന്ന് അടിയും കിട്ടും. എനിക്കൊരു വീട്ടിലും പണി ചെയ്തിട്ട് അടി കിട്ടിട്ടില്ല. പണി കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് പൂ തന്നാ പറഞ്ഞു കൊടുത്ത് അറിയാമോ? പുറകെ പൂച്ചട്ടിയും കൂടെ കാണും. ഇവന്റെ അച്ഛൻ നാട് വിട്ട കാര്യം എന്താണ്? അത് കടം കാരണം അല്ല, ഇവൻ കാരണം. ഇവൻ ഇന്ത്യയിൽ ജനിക്കേണ്ടവരല്ല. ഇവനൊക്കെ ഷൂട്ട് ആൻഡ് ഫ്ലൈറ്റ് ആൻഡ് ഷൂട്ട് റംബൂട്ടായി ഭാരത് മാതാക്ക് ചെയ്യും. നിർത്തി പണി നിർത്തിയല്ല, ഞാൻ നീയാക്കുള്ള സംസാരം നിർത്തിയെന്ന്. നീക്ക് അവിടെ പോയി കൗണ്ടർ അടി പോ. ചായക്കടയാണെന്ന് തെറ്റിദ്ധരിച്ച് ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ എന്തൊക്കെ ഉണ്ട് കഴിക്കാൻ? കട്ടിങ്ങും ഷേവിങ്ങും. എന്നാ 2 മൂന്നിട്ട് ഓരോ പ്ലേറ്റ്. അടുത്ത പറയട്ടാ. എന്തോന്ന്? കൗണ്ടർ അടിക്കാൻ പറഞ്ഞു. അയ്യോ, ഈ കൗണ്ടർ അടിക്കാനല്ല പറഞ്ഞത്. അവിടെ ക്യാഷ് കൗണ്ടർ കണ്ട അത് പോയി തുടച്ചിട്ട് അവിടെ പെയിന്റ് അടിക്കാനാ പറഞ്ഞത്. അയ്യോ, പരമ കഷ്ടം തന്നെടാ. അല്ല കണ്ടോക്കെ, ഈ സർക്കാർ ഓഫീസിൽ എന്തിന് ക്യാഷ് കൗണ്ടർ? അതറിഞ്ഞൂടെ? നമ്മുടെ വീടിന്റെ നികുതി, മറ്റേ നികുതി, മറിച്ച് അവിടെയൊക്കെ ചെല്ലാൻ കൊണ്ട് അടയ്ക്കുന്നതാണ്. അവിടെ ചെന്നാലല്ലേ കൊണ്ട് അടയ്ക്കാൻ പറ്റൂ. അയ്യോ, ചെല്ലാനെന്നൊരു വാക്ക് പറഞ്ഞു പോയി. അതിൽ തൂങ്ങി താണ്ടാ കൗണ്ടർ അടിക്കുന്നത്. എന്റെ പൊന്ന് കൗണ്ടർ അടി തലയാ. ഞാനൊന്ന് ജോലി ചെയ്തോട്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. നീ ഒരു കാര്യം ചെയ്യാം, അവിടെ ഒരു കോട്ടടി പോ. ഒരു കോട്ട് മതിയാ? ഒറ്റ കോട്ട് മതി. കൗണ്ടർ തലേ എന്തൊരു പേരെന്ന്. ചിരിച്ചു തീർന്ന എന്തെങ്കിലും പറഞ്ഞാൽ 1/2 മണിക്കൂർ അവിടെ ചിരിച്ചോണ്ട് നിന്ന് 1/2 മണിക്കൂർ സമയം അങ്ങ് കളയണം. എടാ, പെയിന്റ് കളിക്കാൻ അതിന്റെ മേളിലെങ്ങാനും ഒന്ന് അടിയടാ. പറഞ്ഞു കേട്ടില്ലേ? വലിയ കഷ്ടം തന്നെ. മഞ്ഞക്കിളിയുടെ പാടിയപ്പോ ദേഹത്ത് മൊത്തം മഞ്ഞ പെയിന്റ്. സാറേ എടുക്ക്, എന്റെ തലവഴിയെ ഒഴിക്ക്. അപ്പൊ കുടഞ്ഞ് സമയം കളയണ്ട. എടാ, ഞാൻ പറഞ്ഞ അതിന്റെ മേലിക്കരി അവിടെ ഗാനമൊക്കെ അടിക്കായി. ഒരുത്തൊന്നും ജോലി ചെയ്യുന്ന കണ്ടില്ല, അതുപോലെ അല്ല. പിന്നെ അവനൊന്നും കൃത്യമായിട്ട് പണി ചെയ്യില്ലെണ്ണ, പറഞ്ഞു വിട്. ഇതുവാടാ അത് കോട്ടടിക്കാൻ പറഞ്ഞു. റെയിൻ കോട്ടാണ് ഉദ്ദേശിച്ചത്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമില്ല. എനിക്കറിയാം ഇത് ഇങ്ങനെ വരുവോളന്ന്. നീ ഒരു കാര്യം ചെയ്യൂ, എന്നെ ആ കോട്ടിനകത്തൊന്ന് കേട്ടു. എന്തിന്? ഇവിടുത്തെ നമ്മൾ പണിയെന്ന സാറ് വരുമ്പോഴേ എനിക്ക് കോട്ടിട്ടോണ്ട് സംസാരിക്കാൻ. എടാ അത് അടിച്ച് മറക്കടാ. ഒരു കൂടം കിട്ടുമോ? എന്തിന്? അടിച്ചു മറിക്കാൻ പറഞ്ഞു. എടാ, അടിച്ചു മറിക്കാനല്ല, അത് അടിച്ചു മറക്കാനാ പറഞ്ഞത്. എടാ, പെട്ടെന്നാവട്ടെ. മുക്കിയടി. എന്തുവാടാ മുക്കി അടിക്കാൻ പറഞ്ഞതാ? എന്നിട്ട് വേണം തറ കഴുകാൻ വേണ്ടി ഞാൻ നല്ല പൈസ കൊടുത്ത് വിളിച്ചു വരുത്തായി. എടാ, പെയിന്റ് ബ്രഷ് മുക്കി നല്ലതുപോലെ അടിക്കായി. കച്ചൻ തന്നെ. കണ്ടാ കേക്കേ? കണ്ടാ കേക്കയാ? അല്ല, കണ്ടാ കേക്കായി. പറ. മുകളിൽ എത്തൂലേട്ടാ. എങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അടിയില്ല. അതിന് ഞാൻ പറഞ്ഞോ? അയ്യാ, ലാഡർ എടുത്തോട്ടാ. ഞാൻ എന്തിനു? ഞാൻ പറഞ്ഞു വീടില്ലേടാ. ബ്രഷിന്റെ തുമ്പി പിടിച്ചില്ലേ? കണ്ടാക്കെ ബ്രഷിന്റെ തുമ്പി പിടിച്ചിരിക്കാൻ ഞാൻ കൊടുക്കൂലേ ലാഡർ. എടാ, 2 പേരെ കൊണ്ട് കഷ്ടമാണ് കേട്ടാ. ഒരു കാര്യം ചെയ്യ്, അവൻ മേളിൽ അടിച്ചു വരുമ്പോഴേ നീ അവന്റെ താഴെ കട്ട് ചെയ്തു വാ. 2 ആഴ്ച കഴിയും കേട്ടോ, ലീവാണ്. എവിടെ പോണ്? അവിടെ കട്ട് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിച്ച് ആവശ്യമില്ലാത്ത ചെയ്യാൻ പോവല്ലേടാ. എടാ, പറയുന്ന കേക്കടാ, നിനക്കൊക്കെ പണി തന്ന എന്റെ മകളോട് അടിക്കായി.
എന്തോന്നേരാ അത് അപ്പുറത്തോട്ട് മാറ്റിയിടാൻ പോണത്. ഞാൻ വിചാരിച്ചു അടിക്കാൻ വരുന്നെന്ന്. മാറ്റി വെച്ചു. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ചെയ്യും ചിലപ്പോ ചെയ്യാതിരിക്കും. വലിയ കഷ്ടത്തിന് ഒരു കാര്യം ചെയ്യും, ആ ഫയലൊക്കെ എടുത്ത് അടുക്ക്. ഫയലൊക്കെ എടുത്ത് അടിക്കേടാ. ഉണ്ടാക്കി എനിക്കൊരു സംശയം. ആഹാ. വീണ്ടും സംശയം. ഇവനിങ്ങനെ ഓരോ സംശയം ചോദിക്കും, അവസാനം അത് എന്തെങ്കിലും കുരുക്കായി മാറും. ആ ചോദ്യം സംശയം വേറെ ഒന്നുമല്ല, ഇവിടെ ഈ ഫയലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണം എന്തിന്? ആ അത് നല്ല ചോദ്യം. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. ആ ഫയലുകൾ നാം യഥാസമയത്ത് ഒപ്പിട്ട് വിടണം, ഇല്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കും. മിസ്റ്റർ സോക്രട്ടീസ്, തത്വചിന്ത നിർത്തൂ. കുറച്ച് ഫയൽ ഇവിടെ കിടക്കുന്ന എന്തിനും ചോദിച്ചു. എടാ, ആൾക്കാർ അപേക്ഷ കൊടുത്ത് വെച്ചേക്കുന്ന സാധനമാണ് ഇത്. സമയത്തൊന്നും ഈ സർക്കാർ ഓഫീസല്ലേ, ഇതൊക്കെ ഇങ്ങനെ അങ്ങ് കെട്ടിയൊക്കെ കിടക്കും. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരും കൃത്യമായിട്ട് പണിയില്ല. അതാണ് അതൊക്കെ നമ്മളെ കൺട്രാക്ട്. എത്ര സൈറ്റിലെന്നറിയാടാ പണിയെടുത്തേക്കുന്നത്? 16 സൈറ്റില് 360 പേരാണ് പണിയെടുക്കുന്നത്. അറിയാം നിനക്കൊക്കെ? ഓ, കൺട്രാക്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ കസേര ഇരിക്കണമായിരുന്നല്ലേ? അതെ, അന്നൊക്കെ ഈ PSC പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊന്നും അതൊന്നും പറ്റൂലേ. പണിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ കസേരയിൽ ഇരുന്നാണ് ഇരുന്നാണ് നോക്കട്ടെ. അത് നോക്ക്. അവധി ദിവസം ആര് കാണാൻ? ചുമ്മാ ആരും ഇല്ലണ്ണ, ഇരിയണ്ണ നോക്കട്ടെ. നോക്കട്ടെ, നാണിക്കുന്നു വേണ്ട. ഇരി അവിടെ. കണ്ണാടി എടുത്തു വെച്ചാണ്, ആ കണ്ണാടി എടുത്തു വെച്ചു. എന്തൊരു ഗമേടാ. കറക്റ്റ് കേട്ടാ. നമ്മൾ കാണുന്ന ഓഫീസർമാര്. ഓഫീസർ ഞാൻ ഇവിടുത്തെ ഒരു ക്ലർക്കാണേ. സാർ, എന്താ മണി? പാലം പണിയുടെ ബാക്കി തുക കിട്ടിയിട്ടില്ല, പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. ഓഹോ, എത്ര വർഷമായി? അതിപ്പോ ഒരു 10 വർഷമായി. ആണോ? ആ, സീലില്ലേ? സീനുണ്ട് സാർ. അത് പാസ്സാക്കിയിരിക്കുന്നു. സാറേ, ഒരു പാവപ്പെട്ട അമ്മച്ചിയാണ് നാരായണി അമ്മ. വീടില്ല കേട്ടാ. വീടിന് അപേക്ഷ കൊടുത്തിട്ട് 12 വർഷമായി സാറേ. 62 വയസ്സുള്ള അമ്മ 12 വർഷമായി വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ടില്ല. സാറേ, ഒരു 5 ലക്ഷം സാക്ഷനാക്കി വിടും സാറേ. 10 ലക്ഷം സാക്ഷൻ. സാറേ, സാറേ, ഇവിടെ നമ്മ കുട്ടികൾക്ക് 2.5 കോടി രൂപയുടെ കളിസ്ഥലം. കുട്ടികളല്ലേ, അവർ കളിച്ചു വളരട്ടെ, നാടിന്റെ പൗരന്മാരാണ്. 5 കോടി അനുവദിച്ചു. ശീലവിടെ അടി അടി. സാറേ, ഒരു വാർദ്ധക്യകാല പെൻഷൻ. ആര്? ഗോവിന്ദൻ തമ്പി, ചെരുവിള വീട്, കാച്ചാണി, നിറവങ്ങാട്. അതിനെ വിളിച്ചെടുക്കളഞ്ഞത് അതെന്റെ അമ്മായിയപ്പന്റെ. അവന് പെൻഷൻ പോലും യോഗ്യതയില്ല. അവൻ നരകിച്ച് മരിക്കണം. ബാക്കിയുള്ള ഫയലാ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചാക്കൂല. ഫയലുകൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അടി അടി സീലടി എല്ലാം പാസ്സാക്കി വിട്ടാരെ. നോക്കണ്ട. 5 മണി വരെ മതിയാ. നീ അടിയടാ. അടി അല്ലടി. ഞാൻ വെള്ളടയാളം മതി. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഒപ്പിടാറി. നഗരസഭ ബിൽഡിംഗ് മാറ്റണ കാര്യം മാറ്റട്ടാ. ഫോൺ അടിക്കുന്നു. നീയൊക്കെ പെയിന്റ് അടിക്കുന്നില്ല, ഫോണെങ്കിലും അടിക്കട്ടെ. ഫോൺ ബെല്ലടിക്കുന്നു. അങ്ങനെയാണല്ലേ? ഹലോ. ആ സാറേ, ഇല്ല ഇല്ല, നമ്മളെ പയ്യന്മാർ അറിഞ്ഞു പണിയാണ്. വൈകിട്ട് തീരും. ഓ ആണോ? തന്നെ പണി നിർത്തി സാധനം എല്ലാം പറക്ക്. നമ്മളെ ഇവിടുത്തെ പണി തീർന്ന് നാളെ മുതലേ നമുക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാ പണി. ന്യൂഡൽഹി സിനിമ കണ്ടപ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെൻട്രൽ ജയിലിൽ കാരണം അവിടെ പെയിന്റ് അടിക്കണം. നമ്മൾ സെൻട്രൽ ജയിലിൽ പെയിന്റ് അടിച്ച് കിടക്കും. പെയിന്റിങ് മാത്രമല്ല, പാറ പൊട്ടീര്, പൂന്തോട്ട നനപ്പ്, തുണി അഴിവക്കം, ചോറുണ്ടാക്കം, മുറ്റം തൊപ്പ് എല്ലാ പണിയുണ്ട്. അടിമപ്പണിയാ അവിടെ. ആ, ശിക്ഷിച്ച് ചെല്ലുന്നവർ ഈ പണിയൊക്കെ ചെയ്തേ പറ്റൂ. ശിക്ഷിച്ച് ചെല്ലുന്നവർ നമ്മളെന്തിനു ശിക്ഷിക്കണം? നമ്മുടെ ഇവിടെ നീ ഫയലെല്ലാം കൂടെ കുത്തി കീറി ആവശ്യമില്ലാതെ ചെയ്തില്ലേ, അതിന് നമ്മളെ 4 വർഷം കഠിന തടവിനും 12 ലക്ഷം രൂപ പിഴയും വിധിച്ചെന്ന്. എനിക്കൊരു സംശയം, ഈ ബിൽഡിങ്ങിൽ ആരും ഇല്ലല്ലേ, പിന്നെ ഇതെങ്ങനെ സാറന്മാർ അറിഞ്ഞടേ? ഓ, അങ്ങ് മുകളിലോട്ട് നോക്കിയാണ്. ആ മൂലയിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ടാ, എന്താണെന്ന് മനസ്സിലായ? അത് ബൾബിടുന്ന ഹോൾഡർ. ബൾബിടുന്ന ഹോൾഡർ അല്ല, അതാണ് CCTV ക്യാമറ. അതവിടെ വെച്ചിരിക്കുന്ന വലിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള CCTV ആണ്. അത് CCTV അല്ലടാ, നമ്മളെ 3 പേരെ കുഴപ്പിച്ച ചീറ്റിംഗ് TV ആണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടാ. നമ്മളെ 3 പേരല്ല, നിങ്ങളെ മാത്രം പാക്ക് ചെയ്യട്ടാ. ഒരു സംശയം ചോദിച്ചോട്ടെ. ഓ, നിന്റെ ഈ സംശയമാണ് എല്ലാത്തിനും കാരണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.